മിസ്റ്റർ യദീർഷ്ണ, ബി പ്രാക്ടിക്കൽ. എനിക്കിനി ഈ ബന്ധം മുന്നോട്ടുകൊണ്ട് യാതൊരു താല്പര്യവുമില്ല. എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഹീസ് ഫ്രം വെൽ സെറ്റിൽഡ് ഫാമിലി ആൻഡ് ഓൾസോ എ ഫേമസ് ബിസിനസ് എന്റർപ്രണർ. സോ ബാക്കി പറയുന്നതിന് മുന്നേ അവൻ തൻ്റെ ചങ്കും കൊടലും കരളുമൊക്കെ അക്ഷയ്ക്കൊപ്പം തിരിഞ്ഞു നടന്നു. സാറുടെ ചെയ്തു, അവളൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് പണ്ടേ അവൾ ഇഷ്ടമല്ല. അവളുടെ കോപ്പിലൊരു ആറ്റിറ്റ്യൂഡ്. ഇടം കണ്ടിട്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ട് ആ മുഖം തിരിച്ച് ചവിട്ടി തുള്ളിക്കൊണ്ടു പോകുന്ന ശ്രേയെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുച്ഛശ്ശിരി വിരിഞ്ഞു. ഹോ, അങ്ങനെ ആ ദുരന്തം ഒഴിവായി. എങ്ങനെ അതിനൊന്ന് തേക്കൊന്ന് കരുതിയതാ. അവളായിട്ട് ഒഴിഞ്ഞുപോയി. ഇനി എനിക്കൊന്ന് സുഖിക്കണം. സിംഗിൾ പേഴ്സൺക്ക് പാട്ടും മൂളിക്കൊണ്ട് ഏതോ അക്ഷയുടെ തോളിൽ കയറ്റി നടന്നു. ഇനി നമുക്ക് അടിച്ച് പൊളിക്കണം മച്ചാ. ഇനി ഓൺലി വായി നോട്ടം. ഒറ്റ ഒന്നിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കരുത്. അതിന് അക്ഷയെ നോക്കിയെന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ ബീച്ചിൽ ഒഴിഞ്ഞൊരു ഇരിപ്പിടത്തിലിരുന്നു. കൂടെ തന്നെ അതിലെ പോയൊരു കുട്ടിയിൽ നിന്ന് കപ്പലണ്ടിയും വാങ്ങി രണ്ടുപേരും കുറിച്ചുകൊണ്ടിരുന്നു. എന്റെ തീയ, ഒന്ന് നിർത്തുമോ നീ? ഈ പാട്ട് കേട്ട് കേട്ട് മടുത്തു. പാവം ആ ചേട്ടന് മൂക്കടിക്കുന്നുണ്ടാവും. 3 കൊല്ലായി. ഇനി ആ ഭ്രാന്തനക്ക് ഒഴിവാക്കാനായില്ലേ? പൊടി. കാവ്യയുടെ തലക്കൊരു കൊട്ടുകൊടുത്ത് ദിയ കുളിക്കാൻ കയറി. രണ്ടുപേരും ഇപ്പോൾ PG കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് പോകാൻ മടിയായതുകൊണ്ടും ഇരുന്ന് തിന്നാൻ വകുപ്പുള്ളതുകൊണ്ടും വീട്ടിൽ മൂക്കുമുട്ടെ തിന്നുറങ്ങി ഊരിച്ചിട്ടും സമയം പോക്കുന്നു. ദിയയുടെ പേരൻസൊക്കെ ലണ്ടനിലാണ്. അവൾ ഡിഗ്രി നാട്ടിൽ കംപ്ലീറ്റ് ചെയ്ത് PGക്ക് പേരൻസിൻ്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവൾക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും അവളുടെ മാളുവിന് വിട്ടു നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും തറവാട്ടിലാണ് ആൾ താമസിക്കുന്നത്. ദിയയുടെ മാമൻ്റെ മോളാണ് കാവ്യ, മാളു. രണ്ടുപേരും ഏത് സമയം കച്ചറയാണെങ്കിലും ഒരാളില്ലാതെ മറ്റൊരാൾക്ക് പറ്റില്ല. എടി മാക്രി, എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? പാടത്ത് വെക്കുന്ന കോലം പോലെ ഉണ്ട്. ആ സൂയൊക്കെ കഷണ്ടിക്ക് മരുന്നില്ല മോളെ. ആരാ പറഞ്ഞേ? എത്ര മരുന്നുണ്ട് കഷണ്ടിക്ക്? നീ വരുന്നില്ലേ, വാ, ഞാൻ പോകുന്നു. 1, 2 പറഞ്ഞു രണ്ടും കൂടെ ഷോപ്പിങ്ങിന് പുറപ്പെട്ടു. അടുത്ത ആഴ്ച കാവ്യയുടെ ബർത്ത്ഡേ ആണ്. സോ ചിന്ന ഷോപ്പിംഗ്. എടി പൊട്ടാസെ, നമുക്ക് രണ്ടുപേർക്ക് സെയിം ഡ്രസ്സ് എടുക്കാം. ഏത് കളറാണ് വേണ്ടേ? ഡ്രസ്സുകൾ ഓരോന്നും ചിക്കിയിട്ടുകൊണ്ട് കാവ്യ ദിയയോട് ചോദിച്ചു. നമുക്ക് ഏത് കളറാണ് ഇല്ലാത്ത? ഒരു കാര്യം ചെയ്യാം, സെയിം വർക്കിൽ ഡിഫറെൻറ്റ് കളർ ചൂസ് ചെയ്യാം. എന്നാ വാ. അങ്ങനെ 1.5 ഷോപ്പിംഗ് കഴിഞ്ഞ് രണ്ടും വീട്ടിലേക്ക് തിരിച്ചു. എടി മാളു, നമുക്ക് ബീച്ചിൽ പോയാലോ? എനിക്ക് വല്ലാണ്ട് കൊതി തോന്നുക. എന്നാ പോവാം. ജസ്റ്റ് എ സെക്കൻഡ്, ഞാനൊന്ന് അക്ഷയ്ക്ക് മെസ്സേജ് നോക്കട്ടെ. അവന് മിക്കവാറും ബീച്ചിലായിരിക്കും ഈ ടൈമിൽ. പറയാതെ ഒന്ന് പോയി ഞെട്ടിക്ക ആളെ. ഒറ്റക്കണ്ണിറക്കിക്കൊണ്ട് മാളു അക്ഷയ്ക്ക് മെസ്സേജ് അയച്ചു. ചോദിക്ക്, ഇന്ന് എനിക്ക് ആളെ കാണണം. ഞാൻ ലണ്ടനിൽ പോയപ്പോൾ ഈ മാക്രിയെ വളച്ച് ഈ മാനത്തെ തലയിൽ കയറ്റി ആ മണ്ടനെ ദേദിയാ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. തലയാട്ടി ചിരിച്ചുകൊണ്ട് അവൾ ബീച്ചിലേക്ക് വണ്ടി തിരിച്ചു. ബീച്ചിലെത്തി കാവ്യ നേരെ ദിയയും കൂട്ടി ഒഴിഞ്ഞൊരു പാറക്കെട്ട് നിറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. കൊതിച്ചതെന്തോ അടുത്തുണ്ടെന്ന പോലെ ദിയയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. ഇളനീല നിറത്തിലുള്ള നേത്രഗോളങ്ങൾ വികസിച്ചു. ചുറ്റും നോക്കിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. അക്ഷയ്ക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞു അവൻ്റെ ബാക്കിൽ ചെന്നിരുന്ന കാവ്യ കേട്ടത്. മോനെ, അടിപൊളി ചരക്ക്. എന്ത് സ്ട്രക്ചറാണ് അവൾക്ക്. ഈ വിളക്ക് ഭാര്യയെ കിട്ടണം. യോഗലമണിയെ. കയ്യും മലത്തിക്കൊണ്ട് അവൻ യദുവിനോട് പറഞ്ഞു. ബാക്കിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി തിരിഞ്ഞതും കണ്ണുരുട്ടി അവരെ നോക്കിയൊരുക്കുന്ന കാവ്യ കണ്ടതും, ജാങ്കോ നീ അറിഞ്ഞോ, ഞാൻ പെട്ടു എന്ന് മനസ്സിലോർത്ത് തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു. പുറകെ തന്നെ തെറി അഭിഷേകം നടത്തി കാവ്യയും. അവരുടെ ഓട്ടം കണ്ട് പരിസരം മറന്ന് ദിയയും യദുവും പൊട്ടിച്ചിരിച്ചു. എന്തോ വെളി വന്ന പോലെ രണ്ടുപേരും പരസ്പരം നോക്കിയതും അവൻ്റെ ഇളനീല മിഴികളും അവൻ്റെ ചെമ്പൻ മിഴികളും പരസ്പരം കോർത്തു. ഹൃദയത്തിൽ നിന്നും തൻ്റെ പ്രാണനാഥൻ്റെ സ്വരം അവളിൽ ഒഴുകിക്കൊണ്ടിരുന്നു. ദിയല്ലേ? ഏറെ നേരം അവനെ തന്നെ കണ്ണിമോട്ടാ നോക്കുന്ന അവളോട് അവൻ ചോദിച്ചു. അതെ, എങ്ങനെ അറിയാം? അത്ഭുതം കൊണ്ട് കണ്ണു വിടുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. കാവ്യ പറയാറുണ്ട്. പിന്നെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു. നത്തിങ്. ചുമൽ കൂച്ചിക്കൊണ്ട് അവൻ കടലിലേക്ക് നോക്കി നിന്നു. ചുണ്ടുകൾ പുറത്തേക്കുന്തി അവൾ അവനോടൊപ്പം കടലിലേക്ക് നോക്കി. രണ്ടുമല്ല ആ കോളേജിൻ്റെ മുമ്പിലല്ലേ ഇയാൾ കോഴിത്തരം കാണിച്ച് ആ മതിൽ ഇരുന്നിരുന്നേ. എന്നിട്ട് എന്നെ അറിയില്ലാന്നോ? അതെങ്ങനെയാ? ആ ശ്രുതി അരിമണിട്ട് കൊടുത്തപ്പോൾ കൂവിക്കൊണ്ട് പുറകെ കൂടിയില്ലേ? തേനൊലിപ്പിച്ച് അവളങ്ങ് വന്നപ്പോൾ ഇയാൾക്ക് നമ്മളെയൊന്നും കണ്ടില്ലായിരിക്കും. വേട്ടാവളിയ ലദിയാസ് ആത്മ. കുറച്ചേരം കടലിലേക്ക് നോക്കിയിരുന്നു. പാമ്പും കീരിയും പോലെ പോയ രണ്ടുപേരുണ്ട്. അട്ടയെ പോലെ ഒട്ടി വരുന്നു. എൻ്റെ ശിവനെ, എനിക്ക് കൺട്രോൾ തരൂ. എനിക്ക് യദുവിൻ്റെ കൈയും പിടിച്ച് നടക്കണം. ചിടുങ്ങിക്കൊണ്ട് അവൾ യദുവിനെ നോക്കിയതും കടലിലേക്ക് നോക്കിയിരിപ്പാണ് ആള്. എന്താണോ അതിന് മാത്രം അവിടെ ഉള്ളേ? സുന്ദരിയും സുമിയും സുശീലായിട്ടുള്ള എന്നെ നോയിക്കൂടെ? എന്നിട്ട് നമുക്ക് ഈ ഫ്രഞ്ച് അടിച്ച് മാളുവിനെ ഞെട്ടിക്കാം. ഉള്ളിൽ മനക്കോട്ട കെട്ടി കാട് കയറിക്കൊണ്ടിരിക്കുന്ന ദിയക്ക് കാവ്യയുടെ കയ്യിൽ നിന്ന് തലക്കൊരു കൊട്ടിയിട്ടിയതും യദുവിനെ നോക്കിയൊന്ന് അവിഞ്ഞളിച്ചുകൊണ്ട് അവൾ ഡീസൻ്റായി നിന്നു. കാവ്യയും അക്ഷയും കൈകൾ കോർത്തു അവരുടേതായ സ്വകാര്യ ലോകത്തേക്ക് ചേക്കേറിയിരുന്നു. ദിയെ കുറച്ചപ്പുറം വിട്ട് യദുവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. 3 കൊല്ലമായി തൻ്റെ മനസ്സിൽ കയറിയവൻ.
ശ്രുതിയുമായി പ്രണയത്തിലായപ്പോൾ വല്ലാതെ നൊന്തിരുന്ന അവളുടെ ഹൃദയം മറ്റൊരാൾ കൈയടക്കിയ ഹൃദയമാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും എന്തുകൊണ്ടോ ആ പ്രണയം കൈവിടാൻ തോന്നിയില്ല. ആരോടും അറിയിക്കാതെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അത് വളർന്നുകൊണ്ടിരുന്നു. ഇന്ന് പടർന്ന് പന്തലിച്ച് അടർത്തി മാറ്റാൻ കഴിയാത്തത്ര ആഴത്തിൽ വേരുറച്ച് പോയിരിക്കുന്നു. ഒരിക്കലും കിട്ടില്ലെന്നറിയാം, എങ്കിലും പിഴുതെറിയാൻ കഴിയുന്നില്ല. ശ്രുതിയുമായി അവൻ അടുത്തപ്പോഴും ശപിച്ചിരുന്നില്ല. കണ്ണ് ചതിക്കുമ്പോഴും നല്ലത് മാത്രം തൻ്റെ പ്രാണൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടേയുള്ളൂ. ഓരോന്നും ഓർത്ത് കവളിനെ കണ്ണീർ തലോടിയിരുന്നു. ദിയ, വാട്ട് ഹാപ്പൻഡ്? ആർ യു ക്രൈയിങ്? തോളിൽ തട്ടി എത് ചോദിക്കുമ്പോഴാണ് ചിന്താമണ്ഡലത്തിൽ നിന്ന് ദിയ ഉണർന്ന് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടുള്ള അവനെ നോക്കി ചിരിച്ചു. ഏയ് നത്തി. ഒന്ന് ചിരിച്ചെന്ന് വരുത്തി അവൾ നോട്ടം മാറ്റി. അവളെ നോക്കിക്കൊണ്ട് അവൻ കടലിലേക്ക് നോട്ടം പായിച്ചു. കുറേ നേരത്തെ മൗനത്തിന് ശേഷം ദിയ യദുവിനോടായി ചോദിച്ചു. ശ്രുതി? ചോദ്യഭാഗത്തോട് അവൾ ചോദിച്ചു. കടലിൽ നോക്കി തന്നെ അവൻ ഉത്തരം പറഞ്ഞു. ശ്രുതി, ഷീ ഗോട്ട് എ ഗുഡ് പ്രൊപ്പോസൽ ഫ്രം എ ബിസിനസ് മാൻ. പറയുമ്പോൾ അവൻ്റെ കൺകോണിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടുന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു. ആത്മാർത്ഥമായി തന്നെയാണ് യദു ശ്രുതിയെ സ്നേഹിച്ചത്. മണ്ണിൽ ഉറങ്ങുന്ന ആൾ വരെ നെഞ്ചോട് ചേർക്കാൻ കൊതിച്ചിരുന്നു. പണം കണ്ടപ്പോൾ താൻ നൽകിയ സ്നേഹം അവൾ മറന്നു. വേദനയോട് അവൻ ഓർത്തു. ദിയക്കുള്ളിൽ വല്ലാതെ സന്തോഷം തോന്നി. എന്നാൽ അവൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കിയിരുന്നു എത്രത്തോളം ശ്രുതി യദുവിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോഴും പാടുമോ? അവളുടെ ചോദ്യം കേട്ടതും അവനിലൊരു അത്ഭുതമായിരുന്നു. ഇവൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന ഭാഗത്തോടെ അവൻ അവളെ നോക്കിയതും ചിരിച്ചുകൊണ്ട് അവൾ മറുപടി നൽകി. ഞാനും കേട്ടിരുന്നു ശ്രുതിക്ക് പാടിക്കൊടുക്കുന്നു. കണ്ട നാൾ തൊട്ട് ഒരു നിഴലായിട്ട് ഇയാളുടെ പുറകെ ഞാൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഭ്രാന്ത്. യദുകൃഷ്ണ എന്ന ട്യൂഷൻ ടീച്ചറോടുള്ള ഭ്രാന്ത്. ഒറ്റ കണ്ണിറുക്കിക്കൊണ്ടവൾ അവൻ്റെ മുഖത്തുള്ള നോട്ടം മാറ്റി മണലിരുന്ന് കൈ നോക്കുന്ന ഒരു സ്ത്രീയിലേക്ക് നോട്ടം തിരിച്ച്. വാ, നമുക്ക് കൈ നോക്കാം, അവനോടായി അവൾ പറഞ്ഞു. ഏയ്, ഇറ്റ്സ് എ സ്റ്റുപ്പിഡ് റിച്വൽ. അനിഷ്ടത്തോടെ അവൻ പറഞ്ഞു. ഓ പിന്നെ എന്ന പോലെ അവളും തിരിഞ്ഞിരുന്നു. പിന്നെ മാഷേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സിറ്റുവേഷനിൽ പറയാൻ പാടില്ലെന്നറിയാം, പക്ഷേ ഇതാണ് നല്ല അവസരം തോന്നുന്നു. എന്താ എന്നുള്ള അർത്ഥത്തിൽ നോക്കുന്ന അവനോടായി അവൾ പറഞ്ഞു. അത് എനിക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. ഇന്നൊന്നിനെ തുടങ്ങിയെന്നല്ല കേട്ടോ, 3 കൊല്ലമായി ഇയാൾ ഈ ഉള്ളവരുടെ ഹൃദയത്തിൽ കയറിയിട്ട്. അന്ന് പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോഴാണ് ശ്രുതി ഇയാളുടെ മടിയിൽ കിടന്ന് നിങ്ങളുടെ പാട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും മായ്ച്ചകളെന്ന് തോന്നിയില്ല. ഇനിയും പറയാതെ വയ്യ, ഐ ലവ് യു എന്ന് പറഞ്ഞ് യദുവിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ കുറച്ച് ദൂരേക്ക് വിട്ടുനിന്നു. എല്ലാം കണ്ട് അന്തം വിട്ടിരിക്കുന്ന അക്ഷയും കാവ്യയും കണ്ട് ഒന്ന് ഇളിച്ചു കൊടുത്ത് കാവ്യയും വലിച്ച് അവൾ വണ്ടിയും എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. കവളിൽ കൈയും വെച്ച് തറഞ്ഞു നിൽക്കുകയായിരുന്നു യദു. ദിയ പറഞ്ഞത് മാത്രമായിരുന്നു അവൻ്റെ ചെവിയിൽ. അപ്പോൾ അക്ഷയ് വന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് അവന് ബോധം വന്നത്. ദേഷ്യം കൊണ്ട് അവൻ്റെ കൈ മുറുകി, പേശികൾ വെളിയിൽ വരും വിധം വലിഞ്ഞു മുറുകി. തോളിരുന്ന അക്ഷയുടെ കൈ തട്ടിക്കൊണ്ടവൻ ബൈക്കും എടുത്ത് ഒരു ഇരമ്പലോടെ റോഡിലൂടെ കുതിച്ചു. എൻ്റെ ഭഗവാന്, ഞാനിനി ഏത് കുന്ത്രാണ്ടത്തിൽ പോകും? ഓട്ടോക്ക് പോകാൻ പോലും ചില കാശിലെൻ്റെ കയ്യിൽ. കാലി പോക്കറ്റിൽ നോക്കിക്കൊണ്ട് അക്ഷയ് കൈമലർത്തി മുകളിലേക്ക് നോക്കി. ഏതു നേരെ വീട്ടിലേക്കാണ് ചെന്ന് കാറ്റുപോലെ റൂമിൽ കയറി വാതിലടച്ചവൻ മുടിയിൽ കൈകോർത്ത് വലിച്ചുകൊണ്ടിരുന്നു. പഴയതോരോന്ന് ഓർക്കും തോറും കണ്ണിലെ ഞരമ്പുകൾ ചുവന്നു വന്നു. രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് ദിയ. മനസ്സ് നിറയെ ഇന്ന് യദുവിനെ കണ്ടതും 3 കൊല്ലം മനസ്സിൽ കിടന്ന പ്രണയത്തെ അതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞതിൻ്റെ സന്തോഷവുമായിരുന്നു. എന്താ പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കാവ്യ ചോദിച്ചു. ഒന്നുമില്ല, എന്ത് രസമാണല്ലേ ഈ ആകാശം ഇങ്ങനെ കാണാൻ. ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൾ പറഞ്ഞു. രസമൊക്കെ അവിടെ നിൽക്കട്ടെ. അല്ല, ഇന്ന് എന്തായിരുന്നു നിനക്ക്? യദുവേട്ടനെ കണ്ടപ്പോൾ ഒരു ഇളക്കം. പോരാൻ നേരം കിസ്സടിക്കുന്ന കണ്ടല്ലോ. ഒറ്റപ്പുരികം പൊക്കി ചോദിക്കുന്ന കാവ്യക്കൊരു ഇളി പാസ്സായിക്കൊണ്ട് ദിയ അവൾക്ക് നേരെ തിരിഞ്ഞ് ഇറുകെ കെട്ടിപ്പിടിച്ചു. മാളു, നിനക്കറിയോ, ഞാൻ ഇത്രയും നാൾ ഉള്ളിൽ കൊണ്ട് നടന്ന് യദുവിനെ ആയിരുന്നടി. ആ പാട്ട് എപ്പോഴും കേൾക്കുന്ന ആളെ ഓർമ്മ വരുമ്പോഴാണ്. ഞെട്ടിക്കൊണ്ട് നിൽക്കുന്ന കാവ്യയിൽ നിന്ന് വിട്ടുന്നുകൊണ്ട് അവൾ ബാക്കി പറയാൻ തുടങ്ങി. നിനക്ക് ഓർമ്മയുണ്ടോ, ഞാനെന്നൊരു സൺഡേ എനിക്കൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നിന്നെ കൂട്ടാതെ ടൗണിൽ ലൈബ്രറിയിലേക്കെന്നും പറഞ്ഞ് പോയത്? അത് പാർക്കിലേക്കായിരുന്നു. എനിക്കറിയായിരുന്നു സൺഡേ ആ പാർക്കിൽ നിന്ന് യദു ഉണ്ടാവുന്നു. ബട്ട് അന്ന് എനിക്ക് പുള്ളിയോട് ഇഷ്ടം തോന്നിയിട്ട് വെറും ഒരാഴ്ചയായിരുന്നുള്ളൂ. പറയാതെ പറ്റില്ലെന്ന് തോന്നിപ്പോയി. സോ പറയാൻ വേണ്ടി പോയതാ. ബട്ട് അന്ന് അവിടെ ലവേഴ്സ് കോർണറിൽ യദുവിൻ്റെ മടിയിൽ കിടക്കുന്ന ശ്രുതിയാണ് കണ്ടത്. പിന്നെ അവൾക്ക് ഈ പാട്ടും പാടി കൊടുക്കുന്നുണ്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് അവകാശപ്പെട്ടല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ബട്ട് ഐ ഫെയിൽഡ്. ദിയ പറഞ്ഞു നിർത്തി. കാവ്യ വല്ല പ്രേതകഥയും കേൾക്കുന്ന പോലെ കേട്ടിരുന്നു. എടി പൊട്ടിക്കാളി, അപ്പൊ ശ്രുതിയോ? അവർ രണ്ടുപേരും കട്ട പ്രേമത്തിലാ. പെട്ടെന്ന് വെളി വന്ന പോലെ കാവ്യ ഉച്ചത്തിൽ പറഞ്ഞു.
ഒന്ന് പതുക്കെ പറയണ്ട മാളു, നീ നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടുമോ? തലക്കടിച്ചുകൊണ്ട് ദിയ ചോദിച്ചു. ശരി, ഞാൻ മിണ്ടില്ല, നീ പറ. വായിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൾ തേച്ചെടി അങ്ങേരെ എപ്പോ? ഞെട്ടിക്കൊണ്ട് കാവ്യ ചോദിച്ചു. ആ, എനിക്കറിയാൻ പാടില്ല. അങ്ങേര് പറഞ്ഞു. സോ ഞാൻ അപ്പം തന്നെ എൻ്റെ ഇഷ്ടം പറഞ്ഞു. ചിലപ്പോൾ വേക്കൻസി കിട്ടിയാലോ? വലിയ കാര്യത്തിൽ അവൾ പറഞ്ഞു. നിനക്ക് വട്ടാടി പൊട്ടാസേ. തലക്കൊരു കിഴിക്കൊടുത്തുകൊണ്ട് കാവ്യ അവളുടെ റൂമിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ദിയ മാനത്തേക്ക് നോക്കി. ഏതെല്ലാം വേഷങ്ങൾ കെട്ടിയാടുന്നു വാനമേന്നി. സൂര്യപ്രഭ പരത്തി വെളിച്ചം നിറക്കുന്നു പാരിൽ. ചുവപ്പിൻ്റെ രാശി പടർത്തി ചേലേറെ നൽകുന്നു. എങ്കിലും എനിക്ക് പ്രിയൻ, നക്ഷത്ര കുഞ്ഞുങ്ങൾ പരന്നു കിടന്ന് നിന്റെ ഭംഗി ഏറെ കൂട്ടുന്ന തിങ്കൾ കലയുള്ളപ്പോഴാണ്. കാരണം ആ കലയിൽ എൻ്റെ പ്രാണനെ തന്നെ കാണുന്നു ഞാൻ. എന്നെ ഞാനല്ലാതാക്കി മാറ്റുന്ന ആ ചെമ്പൻ മിഴികൾ കാണുന്നു. ചിരിയോടെ വില്ലുപോലെ വളഞ്ഞിരിക്കുന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ടവൾ ഉള്ളിൽ മൊഴിഞ്ഞു. അച്ചുവേട്ടാ, യദുവേട്ടനെയും കൂട്ടി വാ, ഇവിടെ ഒരാൾക്ക് അയാളെ കാണാതെ ഇരിപ്പുറക്കുന്നില്ല. ദിയെ നോക്കി വാപ്പുത്തി ചിരിച്ചുകൊണ്ട് കാവ്യ പറഞ്ഞു. അതിനാ കുരിപ്പ് വരണ്ടേ, അവൻ്റെ കോപ്പിലെ ചാട. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ആ പന്നിയാണെങ്കിൽ വരുന്നുമില്ല. നീ കോളൊക്കെ, ഞാൻ വരാം. എങ്ങനെയും അതിനും കൂട്ടി ഫോൺ വെച്ചുകൊണ്ട് അവൻ യദുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഡാ വാ പോവാ. എങ്ങോട്ട്? ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന യദു തലയുയർത്തി നോക്കി. എടാ മുത്ത, എൻ്റെ കയ്യിൽ കാശില്ലടാ. അടുത്ത മാസം സാലറി കിട്ടിയിട്ട് തരാം. ഒന്ന് വാടൻ്റെ കൂടെ. നാ പൈസ പോയി വാങ്ങിക്കോ. അയ്യോ മുത്ത, അങ്ങനെ വേണേലടാ. ഒന്ന് കൂടെ വാടാ, എനിക്ക് ഒറ്റ പോകാൻ പേടിയാടാ. ദേക്ഷയ് കെഞ്ചാ പോകാൻ നോക്കടാ. ആ, അല്ലെങ്കിലും നിനക്കിപ്പോൾ എന്നെ തീരെ ഇഷ്ടമല്ല. ആ ശ്രുതി പോയാൽ പിന്നെ നിനക്ക് എന്നെയൊന്നും വേണ്ട. നിനക്ക് സങ്കടമായിരിക്കുമല്ലേ? ശരിടാ, നീ ഇവിടെ ഇരുന്ന് കരഞ്ഞു, ഞാൻ പക്കോളാം. കാശാ? ഇടം കണ്ടിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി പോകാൻ നിന്നു അക്ഷയ്. ഓപ്പ്, നടക്കങ്ങോട്ട്. ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ അക്ഷയുടെ കൂടെ പോയി. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അക്ഷയ് കാവ്യയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ചെന്നും ആർക്കോ വേണ്ടി യദുവിൻ്റെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു. സ്റ്റെയർ ഇറങ്ങി വരുന്ന ദിയയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി. ഗോൾഡൻ കളർ ലഹങ്ക ഇട്ടുകൊണ്ട് അവനെ തന്നെ നോക്കി ഇറങ്ങി വരുന്ന അവളെ കണ്ടത് അവനും പരിസരം മറന്ന് അവളിൽ തന്നെ ലയിച്ചിരുന്നു. അവൻ്റെ അടുത്തെത്തി അവളൊന്ന് കണ്ണിറുക്കിയതും സ്വബോധം വീണ്ടെടുത്തുകൊണ്ടവൻ അവളിൽ നിന്നും മുഖം തിരിച്ചു. ദിയ ഒന്ന് ചിരിച്ചുകൊണ്ട് വന്ന ഗസ്റ്റുകളുമായി സംസാരിച്ചുകൊണ്ടിരുന്നു. യദുവിൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ ദിയയിൽ പാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് കുറച്ച് വിട്ടുമാറി അവളെ നോക്കി കമൻ്റ് അടിക്കുന്ന പയ്യന്മാരെ കണ്ടത്. ലഹങ്കയുടെ ഷോള് ലക്ഷ്യം തെറ്റി വയറൽപ്പം കാണുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാതെ ദിയ നല്ല സംസാരത്തിലായിരുന്നു. എന്തിനെന്നറിയാതെ അവനിൽ ദേഷ്യം പടർന്നു കയറി. പ്രശ്നമാവേണ്ടെന്ന് കരുതി ദേഷ്യം മടക്കി പിടിച്ചുകൊണ്ടാൻ ഫുഡ് കഴിക്കാൻ ചെന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വെറുതെ മുകളിലേക്ക് കയറിയതായിരുന്നു അക്ഷയ്. പെട്ടെന്ന് ആരോ റൂമിലേക്ക് വലിച്ചു. ബാലൻസ് കിട്ടാതെ വലിച്ചാടിന്റെ മുകളിലൂടെ അവൻ വീണു. ഒരു നിമിഷം എല്ലാം മറന്ന് നീലമിഴിയും ചെമ്പൻ മിഴിയും തമ്മിൽ കോർത്തു. യദു, I think your eyes had some magic. It brings me closer to, really love you, Yadu. Without you, I'm nothing. എന്നും പറഞ്ഞ് ദിയ യദുവിൻ്റെ കണ്ണിന് നേരെ ചുണ്ട് കൊണ്ടുപോയി. പൊടുന്നതിനെ ബോധം വന്ന യദു ദിയെ പിടിച്ച് തള്ളിയിട്ട് എഴുന്നേറ്റ് പുറംതിരിഞ്ഞു നിന്നു. ഏതോ ലോകത്തെന്ന പോലെ നിന്ന ദിയക്കും അവൻ്റെ തള്ളിലാണ് എന്താ ചെയ്തതെന്ന് ഓർമ്മ വന്നു. നാവ് ഓടിച്ചുകൊണ്ടവൾ അവന് നേരെ തിരിഞ്ഞു. ഐ ആം സോറി യദു, പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ദിയ. എന്ന് മുതൽ തുടങ്ങിയതാ ഈ ഇഷ്ടം? വരുൺ നിന്നെ വേണ്ടെന്ന് വെച്ചപ്പോയിരിക്കും അല്ലേ? യു നോ വൺ തിങ്, നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു. നിന്നെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഉള്ളിൽ നിന്ന് ആരോ നീ എൻ്റെ ആന്ന് പറയും പോലെ. ബട്ട് എൻ്റെ ഇഷ്ടം വെറുതെ ആയിരുന്നു. നിനക്കിഷ്ടം വരുണിനെ ആയിരുന്നു. അന്ന് തകർന്നു പോയി ഞാൻ. ശ്രുതിയ എന്നെ സാധാരണഗതിയിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കാൻ അവൾക്കേ കഴിയുമെന്ന് പറഞ്ഞ് ആ ഇഷ്ടം നിരസിച്ചില്ല. പക്ഷെ അവൾ എന്നെ ചതിക്കുകയായിരുന്നു. പണം കണ്ടപ്പോൾ അവൾക്ക് എന്നെ വേണ്ട. ഇപ്പൊ വരുൺ നിന്നെ ഒഴിവാക്കിയപ്പോ നിനക്കെന്നെ വേണമായിരിക്കുമല്ലേ? അവന് വേണ്ടല്ല എടുത്ത് ഒഴിവാക്കിയ നിന്നെ കൂടെ കൂട്ടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ആർത്തുകൊണ്ട് യദു പറഞ്ഞു വാതിൽ തുറന്ന് വെളിയിൽ പോയതും എല്ലാം കേട്ട് കണ്ണീർ പൊഴിക്കാൻ അവൾക്കായുള്ളൂ. മുട്ടിൽ മുഖം ചേർത്ത് പൊട്ടിക്കരയുമ്പോഴും യദുവിൻ്റെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദിയെ കാണാതായപ്പോൾ മുകളിലേക്ക് കയറിയ കാവ്യം യദുവിൻ്റെ വാക്കുകൾ കേട്ടിരുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രമേ അവൾക്കും ആയുള്ളൂ. സാറില്ലടാ, നമ്മളെ മനസ്സിലാക്കാത്തവരെ നമുക്കും വേണ്ട. പോകുന്നൊരു പോട്ടെ, നിനക്ക് ഞാനില്ലേ എന്ന് പറയുമ്പോൾ അവളുടെ ഉള്ളും വേദനിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ ആരോടും മിണ്ടാതെ ദിയ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സ് കൂടുതൽ നോവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ലണ്ടനിലേക്ക് തന്നെ തിരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ഈ പൊട്ടാസെ മര്യാദക്ക് 2 ദിവസം മുന്നേ വാ. എത്ര ആടെ കണ്ടിട്ട്, എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിന്നെ. ചീണിങ്ങിക്കൊണ്ട് മാള് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. കാവ്യയുടെ അക്ഷയുടെയും കല്യാണമാണ് അടുത്ത ആഴ്ച. കുറേയായി വിളിക്കുന്നു. ദിയക്കും അവളെ കാണാൻ കൊതിയുണ്ടെങ്കിലും വേണ്ട നോക്കിയായിരുന്നു. അല്ലെങ്കിലും ഞാനെന്തിനെ സങ്കടപ്പെടണം? വരുൺ എൻ്റെ കൂടെ പിറക്കാത്ത ഏട്ടനാണ്. അതിൽ കവിഞ്ഞുകൊണ്ടൊരു ബന്ധവും ഞങ്ങൾക്കിടയിൽ വന്നിട്ടില്ല, ഇനി വരികയുമില്ല. എന്നെ മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല.
എൻ്റെ സ്ത്രീയെ വരെ ചോദ്യം ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഞാനെന്തിനു കരയണം എന്നെല്ലാം കണ്ണാടിയിൽ നോക്കി പറഞ്ഞെങ്കിലും കണ്ണിൽ നിന്നും കണ്ണീർ പെയ്തുകൊണ്ടേയിരുന്നു. ഈ 6 മാസത്തോളം മനസ്സിന് ഇതുതന്നെയാണ് പറഞ്ഞു പഠിപ്പിച്ചത്. കഴിയുന്നില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചു പോയി യദുവിനെ. കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ബാഗ് പാക്ക് ചെയ്തു. ദിയ തിരിഞ്ഞു നോക്കിയതും ആരെ കാണരുതെന്ന് കരുതിയോ അയാളെ കണ്ടതും മനസ്സൊരു നിമിഷം കൈവിട്ട് പോകുമോ എന്ന് കരുതി അവൾ താഴേക്ക് നോട്ടം തെറ്റിച്ചു. ഐ ആം സോറി ദിയ. എനിക്കറിയില്ലായിരുന്നു ഒരു സ്ത്രീയോട് ചോദിക്കാൻ പാടില്ലാത്താണെന്ന് അറിയാം. ബട്ട് കൈവിട്ടു പോയി. ഒരു നിമിഷം നീ എന്നെ ചതിക്കുകയാണെന്ന് കരുതി. ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാവാം. വരുൺ വന്ന് എന്നോടെല്ലാം പറഞ്ഞപ്പോൾ നിന്നോടുള്ള ആ പഴയ സ്നേഹം ഒന്നുകൂടി ശക്തിയിൽ മുളവൊട്ടി. അന്നു മുതൽ ഇന്ന് വരെ ഒരു കാത്തിരിപ്പായിരുന്നു. കാവ്യ പോലും എന്നോട് മിണ്ടിയിരുന്നില്ല. നിന്റെ നമ്പർ ചോദിച്ചുകൊണ്ട് കുറേ പിറകെയാണെന്ന്. അവൾ കണ്ടത് ആ പോലും നടിച്ചില്ല. എന്നോട് ക്ഷമിക്കാൻ പറ്റുമോയെന്നറിയില്ല. എന്നാലും ചോദിക്കുക, എല്ലാം മറന്നെൻ്റെ കൂടെ കൂടാവോ? അങ്ങനെ സാധാരണ കൊണ്ട് എന്നെ ആരും ഇഷ്ടപ്പെടണമെന്നില്ല. അവനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞടന്നു. ബാത്റൂമിൽ കയറി ആർത്ത് കരഞ്ഞുകൊണ്ടിരുന്നവൾ. എത്ര മറക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല യദു നിന്നെ മറക്കാൻ ശ്രമിക്കും തോറും ഉള്ളിൽ ആഴത്തിൽ പടർന്ന് കയറുകയാണ് നീ. ഇന്നെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്നുവല്ലോ, അത് മതി എനിക്ക്. നിന്റെ ഈ ഓർമ്മകൾ കൊണ്ട് തന്നെ ഞാൻ ജീവിച്ചോളാം. അതെന്തിനാ പക്ഷേ അത്രയ്ക്ക് ബുദ്ധിമുട്ടി നീ ഓർമ്മകൾ ജീവിക്കുന്നത്? എൻ്റെ കൂടെ തന്നെ അങ്ങ് ജീവിച്ചുകൂടെ? തിരിഞ്ഞു നോക്കിയതും വാതിൽ ചാരി കൈയും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന യദുവിനെ കണ്ടതും പരിഭവത്തോടെ മുഖം തിരിച്ചവൾ. അതവനിൽ ദേഷ്യം നിറച്ചതും അവൾക്കരികിലേക്ക് ചെന്ന് ഒരു കൈയാൽ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് മറുകൈയാൽ അവളുടെ കഴുത്തിൽ പിടിച്ചുകൊണ്ടവൻ അവളുടെ അധരങ്ങൾ കവർന്നെടുത്തു. ആദ്യമൊന്ന് എതിർത്തെങ്കിലും പിന്നീട് അവൾ അവൻ്റെ ചുംബനത്തിൻ്റെ ആഴത്തിൽ ചേർന്ന് പോയിരുന്നു. ചെറിയൊരു നോവ് നൽകിക്കൊണ്ട് അവളിൽ നിന്ന് അവൻ വേർപെട്ടു. നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും ഭാഗ്യവതി അവളാണെന്ന് തോന്നിപ്പോയി. കൂടെ തന്നെ ശ്രുതിയെ കെട്ടിയ അമേരിക്കൻ പയ്യനെയും മനസ്സാൽ അവളൊന്ന് സ്മരിച്ചു.